അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 10 ബുധനാഴ്ച. റഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിലെത്തി. 40 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. 1983 ഇന്ദിരാഗാന്ധിയാണ് ഓസ്ട്രിയ സന്ദർശിച്ച അവസാനത്തെ പ്രധാനമന്ത്രി. വിയന്നയിൽ എത്തിയ മോദി ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലനെയും ചാൻസലർ നെഹാമറെയും കാണും. ഇന്ത്യയിലെയും ഓസ്ട്രിയയിലെയും വ്യവസായ പ്രമുഖരെയും മോദി അഭിസംബോധന ചെയ്യും. ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും വിവിധ ഭൌമരാഷ്ട്രീയ വെല്ലുവിളികൾ നേരിടുന്നതിനും സഹകരണം തേടും. വിയന്നയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങളുമായും മോദി സംവദിക്കും. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നിലവിൽ 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണുള്ളത്. ഈ സാമ്പത്തിക വർഷം 2 ഗഡുവും അടുത്ത സാമ്പത്തിക വർഷം 3 ഗഡുവും വിതരണം ചെയ്യും. ക്ഷേമ ആനുകൂല്യങ്ങളിലും കുടിശ്ശിക ഉണ്ട്. സമയബന്ധിതമായി സർക്കാർ കുടിശ്ശിക നിവാരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടാൻ സർക്കാരിന് പദ്ധതിയുണ്ടെന്നും ചെലവ് ചുരുക്കലിന് അതിശക്ത നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ വകുപ്പുകൾ ഈ മാസം 31-നകം പ്രത്യേകം ഉത്തരവിറക്കണമെന്നും കടുത്ത പണഞ്ഞെരുക്കത്തിനിടയിലും സർക്കാർ അവശ്യവിഭാഗത്തെ ചേർത്ത് നിർത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് അതൃപ്തിയുണ്ടാക്കിയ എല്ലാ നടപടികളും സർക്കാർ തിരുത്തണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുൻഗണന എന്തിനാണെന്ന് തീരുമാനിച്ച് നടപ്പാക്കണമെന്നും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകണമെന്നും തിരുത്തലുകൾ വേണ്ട മേഖലകളിലൊക്കെ തിരുത്തൽ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് KK രമ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്നുണ്ടെന്ന് KK രമ ആരോപിച്ചു. മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയാത്തത് തന്നെ ഉദാഹരണമെന്നും അവർ പറഞ്ഞു. ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് വേട്ടക്കാർക്കൊപ്പം സർക്കാർ നിൽക്കുകയാണെന്നും KK രമ പറഞ്ഞു. എന്നാൽ പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് മറുപടി നൽകി. കൂടാതെ കാലടി കോളേജിലെ പെൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്നും വീണ ജോർജ് അറിയിച്ചു. സർക്കാരിന് കുറ്റകൃത്യങ്ങളോട് ഒരൊറ്റ നിലപാടേ ഉള്ളൂവെന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സൈബർ ആക്രമണത്തിന്റെ ഇരയാണ് താനെന്നും വീണ ജോർജ് പറഞ്ഞു. ഇടതു നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്ക് കോൺഗ്രസ് പിന്നീട് പദവി നൽകി. വടകരയിൽ KK ശൈലജയ്ക്കെതിരെ RMP നേതാവ് പറഞ്ഞത് എന്താണെന്നും അവർ ചോദിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. KK രമ അവതരിപ്പിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളെക്കുറിച്ചുള്ള പ്രമേയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരു നിലപാടേ ഉണ്ടാകാവൂ എന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും സതീശൻ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പെൺകുട്ടിയെ ജീവനക്കാരൻ പീഡിപ്പിച്ച സംഭവത്തിൽ ശക്തമായ മൊഴി കൊടുത്ത ജീവനക്കാരിയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ആരോഗ്യമന്ത്രിയെന്നും ഹൈക്കോടതി ഇടപെട്ട് ആ ജീവനക്കാരിയെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമിച്ചെങ്കിലും ആ ഉത്തരവും വെച്ച് ജീവനക്കാരിയെ 7 ദിവസം ആ വാതിൽക്കൽ ഇരുത്തിയ ആരോഗ്യമന്ത്രിയാണ് ഞങ്ങളെ നിലപാട് പഠിപ്പിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കടുത്ത വിമർശനവുമായി CPM അംഗവും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ. ആർക്കാണ് ധാർഷ്ട്യമെന്ന ചോദ്യത്തോടെ വിമർശനം തുടങ്ങിയ കടകംപള്ളി തികഞ്ഞ അഹങ്കാരത്തോടെ സഭയിൽ പെരുമാറുന്നത് പ്രതിപക്ഷ നേതാവാണെന്ന് കുറ്റപ്പെടുത്തി. സർവജ്ഞപീഠം കയറിയ ആളെപ്പോലെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. ശങ്കരാചാര്യർ കഴിഞ്ഞാൽ താനാണെന്ന ഭാവത്തിലാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ പെരുമാറുന്നത്. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. എന്നാൽ ധാർഷ്ട്യത്തിന് കൈയും കാലും വയറുമൊക്കെ വെച്ചാൽ പ്രതിപക്ഷ നേതാവായെന്നും കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് മദർഷിപ്പിനെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് പ്രതിഷേധാർഹമെന്ന് M. വിൻസെന്റ് MLA നിയമസഭയിൽ വിമർശനം ഉന്നയിച്ചു.
എന്നാൽ എന്താണുണ്ടായത് എന്ന് പരിശോധിച്ച് തിരുത്താൻ ശ്രമിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖം പദ്ധതി തുടങ്ങിയത് ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് പിണറായി സർക്കാരാണെന്നും സഭയിൽ മന്ത്രി വി.എൻ. വാസവൻ. വിഴിഞ്ഞം തുറമുഖം യു.ഡി.എഫിന്റെ കുഞ്ഞാണെന്ന് എം. വിൻസെന്റ് എം.എൽ.എയുടെ പ്രതികരണത്തിനായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രിയുടെ മറുപടി. മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞ വാദം മന്ത്രി സജി ചെറിയാനും സഭയിൽ ശരിവച്ചു. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ആദ്യം തീരുമാനിച്ചത് ഇ.കെ. നായനാർ സർക്കാരാണെന്നും ഇതിനായി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ യു.ഡി.എഫ് സർക്കാരിന്റെ പങ്ക് കുറച്ചു കാണുന്നില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ജയവും തോൽവിയും ഇടകലർന്ന് തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ടു പോയിട്ടുള്ളതെന്നും ഇപ്രാവശ്യം ഘടകങ്ങൾ അനുകൂലമായിരുന്നില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം. വി. ഗോവിന്ദൻ. സംസ്ഥാനത്ത് പലയിടത്തും എൽഡിഎഫ് വോട്ടുകൾ ബിജെപിക്ക് അനുകൂലമായി ചോർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വിശ്വാസികളോടൊപ്പവും അവിശ്വാസികൾക്കൊപ്പവും നിൽക്കുന്ന നിലപാടാണ് സിപിഎമ്മിന്. രണ്ടു കൂട്ടർക്കും ജനാധിപത്യ അവകാശങ്ങൾ ഉണ്ട്. ക്ഷേത്രങ്ങൾ വിശ്വാസികൾ കൈകാര്യം ചെയ്യണം. വിശ്വാസത്തെ ഉപകരണമാക്കുന്ന RSS അല്ല ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും ഇന്നല്ലെങ്കിൽ നാളെ വിശ്വാസികളുടെ കയ്യിൽ ആരാധനാലയങ്ങൾ വരണമെന്ന് തന്നെയാണ് സിപിഎം നിലപാടെന്നും എം. വി. ഗോവിന്ദൻ പറഞ്ഞു. കേരള സർക്കാർ നടത്തിയ കേരളീയത്തിന്റെ ആദ്യ പരിപാടിക്ക് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്തവരിൽ നിന്ന് ഇനിയും പണം ലഭിക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. അതോടൊപ്പം സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്തവരും അത് നൽകിയവരുടെയും പട്ടികയിൽ നികുതി കുടിശ്ശികയുള്ളവർ ഉൾപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും കേരളീയത്തിന്റെ ഭാഗമായി സ്ഥാപനങ്ങൾക്ക് നികുതി ഇളവ് നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളീയം പരിപാടിക്ക് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്ത വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിശദാംശങ്ങൾ തേടി PC വിഷ്ണുനാഥ് MLA സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. കുസാറ്റ് സിൻഡിക്കേറ്റ് അംഗത്തിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ SFIക്കും പരാതിക്കാരിക്കുമെതിരെ സർവകലാശാലയിലെ ഇടത് അധ്യാപക സംഘടന കളമശ്ശേരി പോലീസിന് പരാതി നൽകി. സിൻഡിക്കേറ്റ് അംഗവും അധ്യാപകനും ഇടത് നേതാവുമായ PK ബേബിക്കെതിരെ നൽകിയ പരാതി വ്യാജമെന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ടീച്ചർ അസോസിയേഷൻ പറയുന്നു. ക്യാമ്പസിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള SFIയുടെ ശ്രമമാണിതെന്നും പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഈ പരാതിയുടെ പേരിൽ അധ്യാപകനെ ആക്രമിക്കാൻ ശ്രമിച്ച SFIക്കെതിരെയും അന്വേഷണം നടത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. PSC കോഴ വിവാദത്തിൽ മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാനില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M. വി. ഗോവിന്ദൻ. സംഭവത്തെക്കുറിച്ച് പാർട്ടി പരിശോധിക്കുമെന്നും തെറ്റായ പ്രവണത കണ്ടാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും M. വി. ഗോവിന്ദൻ പറഞ്ഞു. ജീർണിച്ച കെട്ടിടം വീഴാൻ സാധ്യതയുള്ളതിനാൽ കുഞ്ഞുങ്ങളെ അംഗൻവാടിയിലേക്ക് അയക്കരുതെന്ന അംഗൻവാടി ടീച്ചറുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെ പ്രശ്നത്തിൽ ഇടപെട്ട് മന്ത്രി M.B. രാജേഷ്. അംഗനവാടിക്ക് സമീപത്തുള്ള പൊളിഞ്ഞു വീഴാറായ കെട്ടിടം നാളേക്കകം പൊളിച്ചുമാറ്റണമെന്ന് മന്ത്രി M.B. രാജേഷ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പാലക്കാട് ചാലിശ്ശേരിയിൽ പെരുമണ്ണൂർ GLP സ്കൂളിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ അംഗനവാടി കെട്ടിടമാണ് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണിയായി നിലകൊള്ളുന്നത്. സർക്കാർ ആദിവാസികൾക്ക് വിതരണം ചെയ്ത ഭക്ഷ്യസഹായ കിറ്റിൽ ക്രമക്കേടെന്ന് ആരോപണം. 2018 സർക്കാർ നിരോധിച്ച കേരസുഗന്ധി വെളിച്ചെണ്ണയാണ് വിതരണത്തിനെത്തിയത്. വെളിച്ചെണ്ണയുടെ പാക്കറ്റിൽ ബന്ധപ്പെടാൻ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും വ്യാജമായിരുന്നു. വെളിച്ചെണ്ണയിൽ മായമുണ്ടെന്ന് പരാതിപ്പെട്ടപ്പോൾ വിതരണക്കാർ പ്രശ്നം പരിഹരിക്കുമെന്നും വെളിച്ചെണ്ണ മാറ്റി നൽകുമെന്നുമാണ് പട്ടികവർഗ വികസന വകുപ്പിന്റെ വിശദീകരണം. മായം കലർന്ന നിരോധിത വെളിച്ചെണ്ണയാണെന്ന് മനസ്സിലാക്കാതെ ഇതുപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്തവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായും പരാതിയുണ്ട്. സംഭവത്തിന് പിന്നാലെ ആദിവാസി ഏകോപന സമിതിയും ITDPയും ചേർന്ന് വെളിച്ചെണ്ണ പരിശോധനയ്ക്ക് അയച്ചു. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ 4 പ്രതികൾക്കെതിരെ കാപ്പ ചുമത്തി. 4-ാം പ്രതി സബിൻലാൽ, 6-ാം പ്രതി സായൂജ്, 8-ാം പ്രതി ഷിജിൽ, 11-ാം പ്രതി അക്ഷയ് എന്നിവർക്കെതിരെയാണ് കാപ്പ നിയമപ്രകാരം കേസെടുത്തത്. കേസിൽ 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാൽ സായൂജിനും സബിൻലാലിനും കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയിരുന്നു.
കാപ്പ ചുമത്തിയതിനാൽ ഇരുവർക്കും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാവില്ല. മലയാറ്റൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നതിന്റെ പേരിൽ വ്യാപക പ്രതിഷേധവുമായി നാട്ടുകാർ. ഇല്ലിത്തോട് മേഖലയിൽ കാട്ടാനക്കുട്ടി രാവിലെ പ്രദേശവാസിയുടെ വീട്ടിൽ കിണറ്റിൽ വീണിരുന്നു. തുടർന്ന് അമ്മയാനയെത്തി കുട്ടിയാനയെ വലിച്ചു കയറ്റി കാടുകയറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നാട്ടുകാർ പ്രതിഷേധം തുടങ്ങിയത്. ഡിഎഫ്ഒ തന്നെ നേരിട്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സമുദ്രാധിഷ്ഠിത വാണിജ്യ മേഖലയിൽ ഭാരതത്തിന്റെ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുമെന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS. സ്വകാര്യ പൊതുപങ്കാളിത്തത്തിന്റെ മികച്ച മാതൃകയായി വിഴിഞ്ഞം തുറമുഖം 2028 പൂർണ്ണ സജ്ജമാക്കുമെന്നും ഡയറക്ടർ പറഞ്ഞു. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ചാർട്ടേഡ് മദർഷിപ്പായ സാൻ ഫെർണാഡോ ഇന്ന് വൈകിട്ട് വിഴിഞ്ഞത്ത് എത്തിച്ചേരും. ഇതില് നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കൊങ്കൺ പാതയിലെ വെള്ളക്കെട്ട് മൂലം മംഗലാപുരം വഴി പോകേണ്ട ട്രെയിനുകൾ പാലക്കാട് വഴി തിരിച്ചുവിടാൻ ദക്ഷിണ റെയിൽവേ തീരുമാനിച്ചു. പർണേം തുരങ്കത്തിൽ വെള്ളക്കെട്ടായതോടെ നിരവധി ട്രെയിനുകൾ കൊങ്കൺ പാതയിൽ പല സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടിരുന്നു. ഈ വഴി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഏറെ സമയമെടുക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസുകൾ മാറ്റിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് അവകാശ ലംഘന നോട്ടീസ് നൽകി. രാജ്യസഭയുടെ മുൻ അധ്യക്ഷൻ ഹമീദ് അൻസാരിയെ അവഹേളിച്ചെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2014 അധികാരത്തിലെത്തിയപ്പോൾ രാജ്യസഭാ അധ്യക്ഷനെ പ്രതിപക്ഷത്തോടായിരുന്നു ചായ്വ് എന്ന് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുമ്പോൾ മോദി പറഞ്ഞിരുന്നു. അധ്യക്ഷനെതിരായ ആരോപണം സഭാചട്ടങ്ങളുടെ ലംഘനമാണെന്നും മോദിക്കെതിരെ നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജയറാം രമേശ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ സെക്ഷൻ 125 പ്രകാരം ഭർത്താവിൽ നിന്ന് ജീവനാംശം തേടാമെന്ന് സുപ്രീംകോടതിയുടെ വിധി. വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാനുള്ള നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത മുസ്ലിം യുവാവിന്റെ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പറഞ്ഞത്. വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും സെക്ഷൻ 125 ബാധകമാകുമെന്ന നിഗമനത്തോടെയാണ് ക്രിമിനൽ അപ്പീൽ തള്ളുന്നതെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. തനിക്ക് പാരിതോഷികമായി ലഭിച്ച 5 കോടിയിൽ നിന്ന് 2.5 കോടി കുറയ്ക്കണമെന്ന് BCCIയോട് ആവശ്യപ്പെട്ട് മുൻ പരിശീലകൻ രാഹുൽ ദ്രാവിഡ്. 2020 ലോകകപ്പ് ജയത്തോടെ ഇന്ത്യൻ ടീമിന് 125 കോടി രൂപ BCCI നൽകിയിരുന്നു. സ്ക്വാഡിൽ ഉൾപ്പെട്ട താരങ്ങൾക്കും മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡിനും 5 കോടി രൂപ വീതവും സ്റ്റാഫിന് 2.5 കോടിയുമായാണ് ഇത് വീതിച്ചത്. ബാറ്റിംഗ്, ബൌളിംഗ്, ഫീൽഡിംഗ് പരിശീലകർക്ക് നൽകുന്ന 2.5 കോടി തന്നെ തനിക്കും മതിയെന്നാണ് രാഹുൽ BCCIയോട് പറഞ്ഞത്. ഇത് BCCI അംഗീകരിക്കുകയും ചെയ്തു. അർജന്റീന കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ഫൈനലിൽ. സെമി ഫൈനലിൽ കാനഡയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മറികടന്നാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഫൈനലിൽ കടന്നത്. 22-ാം മിനിറ്റിൽ ജൂലിയൻ അൽവാരസും 51-ാം മിനിറ്റിൽ ലിയോണൽ മെസ്സിയും ഗോൾ നേടി. മത്സരത്തിന്റെ ഇരുപാതികളിലുമായിരുന്നു ഗോളുകൾ. നാളെ പുലർച്ചെ നടക്കുന്ന കൊളംബിയ യുറുഗായ് 2ാം സെമി ഫൈനൽ വിജയികളെയാണ് ഫൈനലിൽ ഇവർ നേരിടുക. യൂറോ കപ്പിലെ 2ാമത്തെ സെമി ഫൈനൽ ഇന്ന് പുലർച്ചെ 12:30 നെതർലൻഡ്സ് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. കോപ്പ അമേരിക്കയിലെ 2ാമത്തെ സെമി ഫൈനലിൽ നാളെ രാവിലെ 5:50 കൊളംബിയ ഉറുഗ്വായുമായി മാറ്റുരയ്ക്കും. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.